ലണ്ടൻ പോലുള്ള വലിയ നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ ഇൻസിഡൻസ് ഒക്കെ ചിലപ്പോൾ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർ ഉടനെ തന്നെ പിടിക്കാറുണ്ട്. വീണ്ടും കണ്ടതിൽ സന്തോഷം. ജീവാസ് ട്രാവലറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലണ്ടനിലെ, ചിലപ്പോൾ UK തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റിലേക്കാണ്. ബില്ലിംഗ്സ്ഗേറ്റ് ഫിഷ് മാർക്കറ്റ്. കാനറി വാർഫ് സ്റ്റേഷനിൽ നിന്നും ഒരു 10 മിനിറ്റ് നടന്നാൽ നമുക്ക് ഈ ബില്ലിംഗ്സ്ഗേറ്റ് മാർക്കറ്റിലെത്താം. ഈ കാനറി വാർഫ് എന്ന സ്ഥലത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലണ്ടൻ്റെ പ്രധാന ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റാണ് ഈ കാനറി വാർഫ്. ഇവിടെ പ്രധാനപ്പെട്ട ബാങ്കുകളുടെയും ഇൻ്റർനാഷണൽ കമ്പനികളുടെയും ഒരു വലിയ ബിസിനസ് ഹബ്ബാണ്. HSBC, ബാർക്ലേസ്, സിറ്റി ഗ്രൂപ്പ് പോലുള്ള വലിയ ഇൻ്റർനാഷണൽ ബാങ്കുകളുടെ ഓഫീസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കാനറി വാർഫ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് കേട്ടോ. ഇത് ലണ്ടനിലെ പ്രധാന ട്യൂബ് സ്റ്റേഷനിൽ ഒന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ജൂബിലി ലൈൻ വഴി ലണ്ടൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യാൻ കഴിയുന്നത്. ഇതിൻ്റെ തൊട്ടുപുറകിലായിട്ട് നമുക്ക് ജൂബിലി പാർക്ക് കാണാൻ പറ്റും. അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഈ പാർക്ക് ആര് കണ്ടാലൊന്ന് നോക്കിപ്പോകും. കാനറി വാർഫ് പോലെ ബിസി ആയിട്ടുള്ള ബിസിനസ് ഏരിയയുടെ നടുവിലുള്ള ഒരു ചെറിയ ഗ്രീൻ പാർക്കാണിത്. അങ്ങനെ ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ചുറ്റി നടന്ന് ഞാൻ ജൂബിലി പാർക്കിൽ നിന്നും പുറത്തേക്ക് വന്നു. ഈ ഓട്ടോഷ നോക്കി പെട്ടെന്ന് നാട്ടിലെത്തിയ പോലൊരു ഫീലല്ലേ. ഇത് ലണ്ടനിലെ പുതിയ റെയിൽവേ ലൈനുകളിൽ ഒന്നാണ്. ഇത് എലിസബത്ത് ലൈൻ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഈ ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹീത്രോ എയർപോർട്ട് ഉൾപ്പെടെ ലണ്ടനിലെ പല പ്രധാന സ്ഥലങ്ങളിലേക്കും നമുക്ക് വേഗത്തിൽ പോകാൻ പറ്റും. ഇനി കുറച്ച് മ്യൂസിക് കേൾക്കാം. ഈ കാനറി വാർഫിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാനറി വാർഫിൻ്റെ സമീപത്തുള്ള വെസ്റ്റ് ഇന്ത്യ ക്യൂ എന്ന ഡോക്ക് ഏരിയയിലാണ്. മുമ്പ് വലിയ ഷിപ്സൊക്കെ വന്നിട്ട് ട്രേഡിംഗ് ഡോക്കായിട്ടുള്ള ഈ സ്ഥലം ഇന്ന് റെസ്റ്റോറൻറ്റ്സും ഓഫീസും ടൂറിസ്റ്റ് ഏരിയ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഷുഗർ, റമ്മ്, സ്പൈസസ്, കോഫി പോലുള്ള പ്രൊഡക്ട്സൊക്കെ ഇവിടെയാണ് സ്റ്റോറേജ് ചെയ്തിരുന്നത് കേട്ടോ. ഇതേ നോക്കിയേ, എന്ത് ഭംഗിയായിട്ടാണ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറേ ടാൻഫറൻ്റ് ആയിട്ടുള്ള ബോട്ട് കാണുന്നില്ലേ, ഇതിനെ ഫ്ലോട്ടിംഗ് ഇഗ്ലൂ ബോട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ ഈ ബോട്ടിലൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയും പ്രൈവറ്റ് ഡൈനിങ് എക്സ്പീരിയൻസ് ഒക്കെ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യും. ഈ ബോട്ടൊക്കെ രാത്രി കാണാനായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ആ ലൈറ്റൊക്കെ ഇട്ട് ആ രാത്രി കാണാനായിരിക്കും കുറച്ചും കൂടി ഭംഗിയും തോന്നുന്നു. ഇതൊക്കെ നോക്കിയിരുന്നിട്ട് ബില്ലിംഗ്സ്ഗേറ്റ് ഫിഷ് മാർക്കറ്റ് മറക്കണ്ട കേട്ടോ. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങളെ കാണിക്കാതെ പോകുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ നിങ്ങളെ കാണിച്ചത്. ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഇന്നിവിടെ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഏകദേശം ഒരു 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ലേഡിയുടെ മൊബൈൽ തട്ടിയെടുത്ത് ഓടി. അവിടെയുള്ള സെക്യൂരിറ്റി ടീം ഉടനെ തന്നെ എത്തിയത് കൊണ്ട് ആളെ പിടിച്ചു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലണ്ടൻ പോലുള്ള വലിയ നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ ഇൻസിഡൻസ് ഒക്കെ ചിലപ്പോൾ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർ ഉടനെ തന്നെ പിടിക്കാറുണ്ട്. അപ്പോൾ നമുക്കിനി ഫിഷ് മാർക്കറ്റിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UK തന്നെ ഏറ്റവും വലിയ സീ ഫുഡ് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ ഒന്നാണിത്. ഈ മാർക്കറ്റിന് വളരെ പഴക്കമുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്. 17-ാം നൂറ്റാണ്ട് മുതൽ ലണ്ടനിൽ ഫിഷ് ട്രേഡിംഗ് നടന്നിരുന്ന പ്രധാന മാർക്കറ്റുകളൊന്നാണ് ബില്ലിംഗ്സ്ഗേറ്റ്. പഴയ കാലത്ത് ഇത് തേംസ് നദിയുടെ സമീപത്തുള്ള സെൻട്രൽ ലണ്ടൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് സിറ്റി ഡെവലപ്പ് ആയപ്പോഴാണ് 1982 ഈ മാർക്കറ്റ്
സെൻട്രൽ ലണ്ടനിൽ നിന്നും കാനറി വാർഫ് ഭാഗത്തേക്ക് മാറ്റിയത്. ഇത് ട്രാഫിക് ലൈറ്ററി എന്ന പേരുള്ള ഒരു ആർട്ട് ഇൻസ്റ്റാളേഷനാണ്. ഈ സിഗ്നലിൻ്റെ ആർട്ട് വർക്ക് ബിൽഗേറ്റ്സ് മാർക്കറ്റിൻ്റെ കവാടത്തിന് നേരെ മുന്നിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ബിൽഗേറ്റ്സ് മാർക്കറ്റിൻ്റെ കവാടത്തിൻ്റെ മുന്നിലാണ്. ഇതിലൂടെ നമുക്ക് ഉള്ളിലേക്ക് പോവാം. നോക്കിക്കേ, ഇപ്പം തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. അവരെല്ലാവരും ഈ മത്സ്യങ്ങൾ കയറ്റി അയക്കാനും ഒക്കെ ആയിട്ട് ബിസിയാണ് ഇവിടെ. നോർവേ, സ്കോട്ട്ലാൻഡ്, ഐസ്ലാൻഡ്, ശ്രീലങ്ക എന്തിന് ഇന്ത്യയിൽ നിന്ന് പോലും ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ് എത്തുന്നുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കൂടുതലായിട്ട് ഹോൾസെയിൽ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ലണ്ടനിലെ റെസ്റ്റോറൻറ്റ്സ്, ഫിഷ് ഷോപ്സ്, സൂപ്പർ മാർക്കറ്റ് എന്നിവയ്ക്കുള്ള സീ ഫുഡൊക്കെ ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് പല തരത്തിലുള്ള സീ ഫുഡ്സൊക്കെ കാണാൻ പറ്റും. സാൽമണ്, ടൂണ, കോഡ്, ലോബ്സ്റ്റർ, പ്രോൺസ് തുടങ്ങിയൊക്കെ ഇവിടെ ഡെയിലി ട്രേഡിങ്ങിലുണ്ട്. ട്രേഡിംഗ് സാധാരണ പുലർച്ചെ 4 മണിയോടെ ആരംഭിക്കും. സാധാരണ ബയേഴ്സിനും വിസിറ്റേഴ്സിനും മറ്റും പുലർച്ചെ 4 മണി തൊട്ട് രാവിലെ ഒരു 8:30 വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. 8:30 കഴിഞ്ഞാൽ പിന്നെ അവരെ ഉള്ളിലേക്ക് അലോ ചെയ്യില്ല. ഇവിടെ ഈ ഞണ്ടിങ്ങനെ കാണുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് പോയപ്പം ഈ ഞണ്ടിന് വേണ്ടിയിട്ട് കുറേ പരുതി നടന്നായിരുന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഞണ്ട്. അപ്പോൾ അച്ഛനെയും കൂട്ടി ബൈക്കിൽ മാർക്കറ്റിലും ഇത് കിട്ടാവുന്ന സ്ഥലത്ത് മുഴുവനും ഞാൻ നോക്കി. പക്ഷേ സീസൺ അല്ലാത്തത് കൊണ്ടാവാം എവിടെയും എനിക്ക് ഞണ്ട് കിട്ടിയിട്ടില്ല. വളരെ നിരാശയോടെ നമ്മൾ വേറെ ഏതൊക്കെയോ ഫിഷൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനാണ് ഈ മാർക്കറ്റ്. കൂടാതെ അധികം സ്മെല്ലൊന്നും എനിക്കിവിടെ തോന്നിയിട്ടില്ല. നമ്മളെ നാട്ടിൽ കാണുന്ന പല ഫിഷും നമുക്കിവിടെ കാണാൻ പറ്റുമല്ലേ. ഇതെൻ്റെ നാട്ടിൽ തലശ്ശേരി ഭാഗത്തൊക്കെ മുരു എന്ന് പറയുന്ന ഒരു സാധനമാണിത്. ഇത് സാധാരണയായിട്ട് പുഴയിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. ഈ കാണുന്നതാണ് സ്കാലോപ്സ്. ഇതൊരു തരത്തിലുള്ള ഷെൽ ഫിഷാണ് കേട്ടോ. ഇത് സീ ഫുഡ് ലവേഴ്സ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതാണ് റേസർ ക്ലാംസ്. ഇതിൻ്റെ ഷേപ്പ് കണ്ട് ഒരു റേസർ ബ്ലേഡ് പോലെയില്ലേ, അതുകൊണ്ടാണ് ഇതിന് റേസർ ക്ലാംസ് എന്ന് പേര് വന്നത്. ഇതാണ് സ്പൈഡർ ക്രാബ്. നോക്കി, സ്പൈഡറിനെ പോലെ ഇല്ലേ കാണാൻ, അതുകൊണ്ടായിരിക്കാം ഇതിന് സ്പൈഡർ എന്ന് പേര് വന്നത്. അപ്പോൾ ഇതുപോലുള്ള ലൈഫ് ഫിഷുകൾ ഇവിടെ കുറേ കാണാൻ പറ്റും. കണ്ടോ, ഇതിനൊക്കെ ജീവനുണ്ട്. ഇത് ജീവനുള്ള ഫിഷൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളാണ്. ഇതിനൊക്കെ ജീവനുണ്ട് കേട്ടോ. ഇതാ ഇവിടെ നോക്കിയേ, വലിയ ഞണ്ടുകളെ ഈ ടാങ്കിൽ പിടിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നാട്ടുകാരൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്തേക്ക് ചെന്നു. പുള്ളിക്കാരനാണെങ്കിൽ ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളും. പിന്നെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണ് പുള്ളി കൊണ്ട് കാര്യങ്ങൾ. ഇവിടെ കുറേ കാലമായ ഇവിടെ ഒരു 3.5 കൊല്ലം. ഞാൻ പറയണേ, നിങ്ങൾ വോയിസ് മാത്രമേ ഉള്ളൂ, വോയിസ് മാത്രമേ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ ട്രിവാൻഡ്രത്താ. ഏതൊക്കെ ഫിഷ് ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാ ഫിഷും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതെ, നമുക്ക് കന്യാകുമാരിയിൽ നമ്മുടെ തന്നെ സ്റ്റാൻഡ് ഉണ്ട്. അപ്പുറത്ത് മെയിൻ ഒരു സ്റ്റാൻഡുണ്ട്, അവിടെ കാണാനുണ്ടോ ഇടയിൽ? ഓക്കെ, അത് നമ്മുടെ തന്നെ സ്റ്റാൻഡാണ്. കന്യാകുമാരിയിൽ നമുക്ക് ഒരു ഫാക്ടറി ഉണ്ട്. നമ്മുടെ തന്നെ സാധനങ്ങൾ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ശ്രീലങ്കയിൽ നിന്ന് സാധനം കയറി വരുന്നുണ്ട്. അവിടെ നമുക്ക് സപ്ലയർ ഉണ്ട്. അപ്പോൾ ഈ 2 സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ശ്രീലങ്ക നമ്മുടെ കന്യാകുമാരിയിലുള്ളത് വലിയൊരു ഫാക്ടറിയാണ്. അവിടെ നമുക്ക് ഈ ഫിഷിൻ്റെ ഫ്രോസനും ചെയ്യുന്നുണ്ട്, ഫ്രഷ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഈ ഫിഷിൻ്റെ തന്നെ അച്ചാർ, അങ്ങനെയുള്ള പല ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ലൈഫ് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് ഫിഷും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്നതിനെക്കാട്ടും ഇവിടെ റേറ്റ് കുറച്ചിട്ട് നമ്മൾ കിട്ടുന്നു ഫിഷ് റേറ്റ് പുറത്ത്. ഓഫ് കോഴ്സ് എല്ലാവരും ഈ ഔട്ട്ലെറ്റിലുള്ളവരൊക്കെ ഇവിടെ വന്നാണ് സാധനം എടുക്കുന്നത്.
എന്നിട്ട് അവരിതിൻ്റെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ പ്രൈസ് അപ്പായിട്ടായിരിക്കും വിൽക്കുന്നത്. പിന്നെ നിങ്ങൾ അത് മാത്രമല്ല, അവർ വെച്ചിരുന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിന്ന് എടുത്തിട്ട് പോയിട്ട് ഒരു 1 വീക്കൊക്കെ വെച്ചിരുന്നായിരിക്കും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും മോർ ബെറ്റർ ഫ്രഷ് ആയിട്ട് കിട്ടും. ഓക്കെ. അതേപോലെ ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് പബ്ലിക്കിന് അലോഡ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 4 to 8 ആണ്. പക്ഷേ ട്രേഡേഴ്സിനൊക്കെ വരുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ നേരത്തെ കയറി വരാം. അപ്പം പബ്ലിക്കിന് വരണമെങ്കിൽ 4 to 8 ആണ്. യെസ്, 8:30 ഇതിനകത്ത് കാണിക്കും. പക്ഷേ 8 വരെ ആണെന്ന് തോന്നുന്നു. 8 വരെ ഉണ്ടാവുള്ളൂ. അത് 8 വരെയും കാണില്ല, അതിന് മുന്നേ തന്നെ ക്ലോസ് ആവും. നമ്മുടെ ഏഷ്യൻ ഷോപ്പുകൾ മാത്രം കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുള്ളൂ. മറ്റേ ബ്രിട്ടീഷ് ഷോപ്പ് എല്ലാം അപ്പം തന്നെ അടയ്ക്കും. അപ്പൊ എങ്ങനെയാണ് ഇതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. ഇതിപ്പോൾ ഒക്ടോപ്പസ് ആണ്, നമ്മുടെ നാട്ടിൽ നീരാളി എന്ന് പറയുന്ന സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കൂടുതൽ ഇവിടെ വിൽക്കാറുള്ളത് ഫ്രോസൺ ഡീഫ്രോസ്റ്റ് ചെയ്താൽ വിൽക്കുന്നത്. ഇത് പക്ഷേ ഫ്രഷാണ്. ഇത് ഇത്രയും വലുതുള്ളത് 4 to 5 കിലോ സൈസാണ്. ഇത് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് നമ്മൾ സെയിൽ ചെയ്യുന്നത് 14 പൗണ്ട് കിലോ, 13 പൗണ്ട്. അത് ഡിപ്പെൻസ് ഓഫ് ദ സിറ്റുവേഷൻ. ആ ഒരു ഇതിന് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നേരെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ട്രേഡേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ 12.50, 13 പൗണ്ട് വരെ യൂസ് ചെയ്യും. ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ കുറച്ച് ഡൗൺ ചെയ്ത് പ്രൈസ് കൊടുക്കാറുണ്ട്. വേറെന്തൊക്കെയാണ് ഇവിടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണുള്ളത്? നിങ്ങളെ ഇതിനകത്തുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സ്പേസ് വളരെ കൺജസ്റ്റഡ് ആണ്. ഓക്കെ. അതുകൊണ്ട് ഇതിനകത്ത് നമ്മളിപ്പോ എല്ലാ ഫിഷും ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ A to Z ഫിഷ് നമ്മുടെ ഉണ്ട്. കാരണം നമ്മുടെ മത്തി തൊട്ട് നമുക്ക് നമ്മുടെ വറ്റ വരെ അങ്ങനെയുള്ള ഏത് ഫിഷും ഉണ്ട്. നെയ്മീന്, കിങ് ഫിഷ്, നെയ്മീന്, പിന്നെ എന്താ വരാല്, റിവർ ഫിഷ്, വരാല്, കരിമീൻ, അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം മാത്രമേ വെച്ചിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നാണ് ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്? അല്ല, നമ്മളിപ്പോൾ എടുക്കുന്നതെല്ലാം നമ്മുടെ സാധനമാണ്. പിന്നെ നമുക്ക് വേണ്ട മറ്റുള്ള ഫിഷുകൾ, അതായത് ഇവിടുത്തെ യൂറോപ്യൻ കൺട്രീസിലുള്ള ഫിഷുകൾ ഇവിടെ ഉള്ള ഷോപ്പുകളിൽ നിന്ന് അവരിൽ നിന്ന് നമ്മൾ പ്രീ ഓർഡേഴ്സ് കൊടുത്ത് അത് വെച്ച് നമ്മൾ സോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇന്ന സാധനം ഇല്ല എന്നുള്ളപ്പോൾ വാക്ക് പറയാറില്ല. അത് എവിടെ അവൈലബിൾ ആയിരിക്കും അവിടെ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത് അവർക്ക് നമ്മൾ സെയിൽ ചെയ്യും. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഓസ്. തിരുവനന്തപുരം അല്ലേ? ഞാൻ തിരുവനന്തപുരം. ഓക്കെ. താങ്ക് യു ചേട്ടാ. ഓക്കെ, ബൈ. താങ്ക് യു. എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇപ്പം തന്നെ കുറച്ച് ലെങ്തി ആയി വീഡിയോ. ഞാൻ 2 ദിവസമായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാനറി വാർഫും ഈ ഫിഷ് മാർക്കറ്റും. 1-ാമത്തെ ദിവസം പോയപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ എനിക്ക് ഫിഷ് മാർക്കറ്റിനുള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ 2-ാമത്തെ ദിവസം പിന്നെയും ഞാൻ പുലർച്ചെ എഴുന്നേറ്റു പോയതാണ് കേട്ടോ. ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് കുറേ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കമൻറ്റുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോകളിൽ ലണ്ടനിലേക്ക് പുതുതായി വരുന്ന ആൾക്കാർക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു യാത്രയായിട്ട് കാണാം. ഓക്കെ, ബൈ. സീ യു സൂൺ.